പാചകവും വാചകവും ഔട്ടിങ്ങും പിന്നെ കുറച്ച് സ്റ്റൈലിങ്ങും എല്ലാം ചേർത്തിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കർഷക കഫേയിൽ കണ്ടാലോ? അപ്പം നേരെ നമുക്ക് പോവാം വീക്കെൻഡ് സ്പെഷ്യൽ പാർക്ക് വിസിലേക്ക്. സാറിങ്ങിൻ്റെ കൂടെ മാക്സിമം നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും പാർക്കിൽ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ വളരെ ബിസിയാണ് നമ്മളുടെ വർക്ക് ഷെഡ്യൂളിൽ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കാം. അതിൻ്റെയൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ കുട്ടികളെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചിലപ്പം വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടി ഒരു തെറ്റും ചെയ്ത് കാണില്ല. ആ കുട്ടിക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി, നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് കൂടി അറിയില്ലായിരിക്കും ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ. പക്ഷേ പെട്ടെന്ന് നമ്മൾ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ നമ്മൾ ആ കുട്ടിയിലേക്കും കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? അത് ഒഴിവാക്കാനായിട്ട് ഇത്തരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ടൈം അവർക്ക് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് വീക്ക്ലി വൺസ് പുറത്ത് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ ചുമ്മാ ഒരു റൗണ്ട് അടിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പം അതാണ് നമ്മുടെ വീക്ക്ലി സ്പെഷ്യൽ പാർക്ക് വിസിറ്റ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അന്ന ദിവസത്തെ നമ്മുടെ ലഞ്ചാണ്. എൻ്റെ ഫേവറേറ്റ് മെനു ആണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഉരുളക്കിഴങ്ങ് വിഴുക്ക് വരട്ടി, ചമ്മന്തി, പിന്നെ മീൻ വറുത്തത്. അതും ചൂരമീൻ വറുത്തതാണെങ്കിൽ പറയേണ്ട, ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ചമ്മന്തി അരയ്ക്കുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഇല്ല. തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെന്താ പറയുക, മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പുളി ചേർക്കുന്നുണ്ട്, ഇഞ്ചി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് കൂൾ ടൈം. അതെ, സായിക്ക് വീക്കെൻഡ് എന്താ പറയുക, സൺഡേയ്സിൽ കുറച്ച് നേരം ഒരു 2 hours എങ്കിലും അവനിങ്ങനെ പൂളിൽ ഒന്ന് കളിക്കാനൊക്കെ വിടാറുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളത്തിൽ കുളിച്ച് തിമിർക്കാനുള്ളതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കാറുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ചൂടാണ്, ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പം വീക്ക്ലി വൺസ് എങ്കിലും അവന് നന്നായിട്ട്, അവന് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കാനാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂള് മേടിച്ചത്. പിന്നെ ഇപ്പോൾ ഇത്രയും ദിവസമായ സ്ഥിതിക്ക് നമുക്ക് പറയാം, ഈ പൂൾ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇൻടെക്സിൻ്റെ ആണ് ബ്രാൻഡ് ഈ പൂള് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നമ്മളിത് എന്താ പറയുക, വിയർപ്പിച്ച് തന്നെ വെച്ചേക്കാണ്. അത് പിന്നെ ഡീഫ്ലൈറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അന്ന് ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് കാറ്റ് കയറ്റി വെക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സായിയുടെ ഫേവറേറ്റ് ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, സൺഡേസ് ആയിക്കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ അമ്മയും മോനും കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മീൻ കുളം വൃത്തിയാക്കുന്നതാണ്. പെട്ടെന്ന് പായൽ പിടിക്കും. ഇതിനകത്ത് കിടക്കുന്നത് ഗപ്പിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഗപ്പിക്കുഞ്ഞുങ്ങളും ഫാമിലി അവരൊരു ഒരു 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 എന്താ പറയുക, ഒരു ഫുൾ ഒരു ജില്ല തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് നിന്ന് കുറച്ച് ഗപ്പികളെ എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള കുളത്തിലിട്ട് കൊടുക്കും. നമ്മുടെ ഈ കൊതു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ കൊതുവിൻ്റെ അളവിൽ കുറവൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഹരിയുടെ അമ്മയുടെ ഒരു ഫേവറേറ്റ് ഒരു ഇതാണ്. ഈ കുളവും മീനുകളും ചെടികളൊക്കെ അമ്മയുടെ ഫേവറേറ്റ് ഒരു പാർട്ടാണ് കേട്ടോ. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനാണ്. എനിക്കും സായിക്കും ഹെയർ കട്ടിങ്ങിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ആ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ചെന്ന് കഴിഞ്ഞ് എനിക്കും സായിക്കും കൂടിപ്പോയ ഒരു 1.5 hours നമുക്ക് തീർത്ത് വീട്ടിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല അടിപൊളി വിഴുക്കുവരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും കൂട്ടിയൊക്കെ ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നത്. പക്ഷേ അതിനുള്ള പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എൻ്റെ മോൻ നോക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പുറത്തെ സോഫയിൽ ഒരു കുഞ്ഞു വാവ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവന് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ സെയിം ഏജിലുള്ള, അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിൽ ബി സോ എക്സൈറ്റഡ്. അവൻ ആ ഒരു പോയി സംസാരിക്കാനൊന്നും ഒരു രീതിയിലുള്ളൊരു മടിയോ ഇൻഹിബിഷനോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് കുറച്ച് ടൈം എടുക്കും ഒന്ന് കൂട്ടായിട്ട് വരാനായിട്ട്. അങ്ങനെ ആ വാവയും അവരെ ഫാമിലി മലയാളികളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. പിന്നെ അങ്ങോട്ടേക്ക് ആദ്യം ആ മോള് വളരെ സൈലൻ്റ് ആയിട്ടിരുന്നു. പിന്നെ സായിയുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 2 പേരും കൂടെ വിർച്വൽ സലൂണിൻ്റെ ഫുൾ ഏരിയ കവർ ചെയ്ത ഒരു ഓട്ടവും ചാട്ടവും മേളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സായിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ നേരെ സ്ട്രെയിറ്റ് ഹെയർ കട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഈ വട്ടത്തെ ഹെയർ കട്ടിങ്ങിനെ പറ്റി പറയാനായിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സെൻറ്റർ പോർഷൻ ആ ഏരിയ ഞാൻ വളർത്താനാണ് തീരുമാനിക്കുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം വോളിയം ഉള്ള ഒരു ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സൈഡ്സ് മാത്രം കട്ട് ചെയ്ത് വിട്ടിട്ട് ഈ മേളിലത്തെ
പോർഷൻ അങ്ങനെ വളർത്തി വിടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ഹെയർ കുറച്ചുകൂടെ നീണ്ടു കഴിഞ്ഞാൽ നോർമൽ ഒരു ഹെയർ സ്റ്റൈൽ പോലെ കിടക്കും. പക്ഷേ അത് മേളിൽ ബൺ ചെയ്താൽ കുറച്ച് ട്രെൻഡി ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോ വട്ടം ഞാൻ ചെല്ലുമ്പോഴും ഈ സ്റ്റൈലിസ്റ്റിനോട് ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ ആ ടോപ്പ് പോർഷൻ അങ്ങനെ വിട്ടേക്കുക, അതിൽ ടച്ച് ചെയ്യേ വേണ്ടാന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ സൈഡ്സും ബാക്കും ചെയ്ത് കഴിഞ്ഞ ഉടനെ അവർ പറയും ഓക്കെ മാം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിട്ടേക്കാന്ന് പറഞ്ഞാൽ അവർ എഗെയിൻ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കും. ഈ വട്ടം കട്ട് ചെയ്തപ്പോഴും അത് തന്നെയാണ് നടന്നത്, വേറെ ഒന്നുമല്ല. ബിക്കോസ് ഞാൻ പുള്ളിയോട് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾ ആ ഏരിയയിലെ ഹെയർ ഒന്നുമേ ചെയ്യേണ്ട, അങ്ങനെ വിട്ടേക്ക്, എനിക്കത് വളർത്താനാണ്, താഴേക്ക് വളർത്താൻ തന്നെയാണ് തീരുമാനം. കാരണം എനിക്ക് ആ മേളിലത്തെ അത്ര പോർഷൻ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടൈ ചെയ്യാനുള്ള കട്ടിയുണ്ട് മേളിൽ. അതുകൊണ്ട് തന്നെ ഈ സൈഡ്സ് അങ്ങനെ പറ്റ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചൂട്, ഒന്നാമത്തെ കാര്യം ചൂട് വരില്ല, രണ്ടാമത്തെ കാര്യം നമുക്ക് മുടി മേലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ മുടി ഉണങ്ങാനുള്ള സമയം, ഈ മേളിലത്തെ മുടി മാത്രമല്ലേ നീളമുള്ളൂ, അപ്പം ഓവറോൾ മുടി കഴുകി കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള സമയം വളരെ കുറവാണ്. അതെല്ലാം വെച്ചിട്ടും പിന്നെ എനിക്കിപ്പം വർക്കിന് പോകുമ്പോഴായാലും ട്രാവൽ ചെയ്യുമ്പോഴായാലും അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ച് ഓക്കെ മേളിലത്തെ ഹെയർ മാത്രം വളർത്തിയിട്ട് സൈഡ്സും ബാക്കും ഇത് ചെയ്യാം. ഇപ്പം നോക്കിക്കേ, ഞാൻ അത്രയും പറഞ്ഞതിന് ശേഷവും ഹി വാസ് ഡൂയിങ് ദ സെയിം തിങ്. മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ അവർ വേറെ പറഞ്ഞു ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വന്നപ്പോൾ വീണ്ടും എൻ്റെ ഹെയർ ലെങ്ത് നന്നേ കുറഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരോട് എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല മേളിലത്തെ ഹെയർ കട്ട് ചെയ്യാനായിട്ട്. എനിക്കത് നല്ല രീതിയിൽ നല്ല നീട്ടി തന്നെ വളർത്താനാണ് തീരുമാനിച്ചേക്കുന്നത്. പൊതുവെ എല്ലാവരും പറയും നിങ്ങൾ ഒരിക്കൽ കട്ട് ചെയ്ത് ഷോർട്ട് ഹെയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ലോങ് ഹെയറിലോട്ട് പോകില്ല, അങ്ങനത്തെ ആൾക്കാർ കാണും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല നീണ്ട മുടി തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. ഞാൻ ആകെ ഇത് വെട്ടുന്നതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഈ ചൂടുമായിട്ട് അനുബന്ധിച്ച് എനിക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക തലവേദന വരാറുണ്ട്, പിന്നെ മുടിയിലേക്ക് വിയർപ്പ് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോൾഡ് ഫീവർ, ഇതെല്ലാം വരുന്ന ഒരേ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഹെയർ ഷോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഈ വട്ടം ഇങ്ങനെ വെട്ടി കുറച്ച് നീളം കുറച്ചിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സെൻറ്റർ പോർഷൻ ടച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ കട്ട് ചെയ്യിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. വേഗം തന്നെ മുടി വളർന്ന് എനിക്കിഷ്ടമാണ്. എനിക്ക് വീണ്ടും ഇപ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പഴയ നീണ്ട മുടിയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ഗെറ്റ് ബാക്ക് ടു മൈ നോർമൽ ആ ഓൾഡ് ലുക്കിലേക്ക് പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇത് കുറച്ച് ഈ സൈഡ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ മേളിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നൈസ് ആൻഡ് ട്രെൻഡി ലുക്ക്. അതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്, ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ സായിക്കുട്ടൻ്റെ ഹെയർ സ്റ്റൈലിങ് കേട്ടോ. ഹെയർ കട്ടിങ് ചെയ്യാൻ പോവുകയാണ്. അവന് ഓൾറെഡി അപ്പോൾ ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചെറിയ രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ അത്രയും നേരം അർഷിത കുട്ടിയുടെ കൂടെ കളിച്ചതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അർഷിത അവിടെ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി അവൾ പോകുമെന്നുള്ള പേടിയുണ്ട്. അങ്ങനെ പുള്ളി വലിയ ഹാപ്പി അല്ലായിരുന്നു ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ വാട്ട്മാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആളുടെ വോയിസ് എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര പാട്ടായിരുന്നു. ഒരു കുറച്ച് ലൗഡായിട്ട് അവരവരുടെ ഒരു സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ലൗഡായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ സായിക്കുട്ടിക്ക് വേറൊന്നുമല്ല, സൈഡ്സ് എല്ലാം എൻ്റെ ചെയ്യുന്ന പോലെ തന്നെ സൈഡ്സും ബാക്കും എല്ലാം നല്ല രീതിയിൽ ട്രിം ചെയ്തിട്ട് ബാക്ക് സൈഡിൽ മാത്രം ഒരു വര പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രമാണ് സായിക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ആ സായിപ്പയുടെ ഓരോ മുഖഭാവങ്ങൾ. അവന് കുഞ്ഞിലെ വളരെ ചെറുതായിരുന്നപ്പോൾ അവൻ കരയുമായിരുന്നു. പിന്നെ വളരെ എന്ത് ചെയ്തു, കരച്ചിലിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും പുള്ളി ടോട്ടലി ഫൈൻ ആവാനാണ് ചാൻസ് കേട്ടോ. ആൾക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇക്ലി ആവുമായിരുന്നു. അതുമല്ല കുഞ്ഞിലെ എന്താണെന്ന് വെച്ചാൽ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് പേടിയാവും. അപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പോൾ പിന്നെ ഒരുവിധം ഓക്കെയാണ്. അപ്പോൾ നോക്കിയ സായിക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ കണ്ടോ അയ്യോ എന്ന് വിളിക്കും. പിന്നെ ആൾ ഭയങ്കര ഇതാണ്, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പക്ഷെ അവന് ആ ബ്ലേഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ പേടിയോ ചെറിയ ഒരു ഇറിറ്റേഷനോ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനും ശരത്തും എല്ലാം ചേർന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എന്തായാലും സായിക്കുട്ടിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഏതാണ്ട് ഒരുവിധമായി. ഈ പിള്ളേർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ എന്തോരം ശ്രദ്ധിക്കണം അല്ലേ, കാരണം കുഞ്ഞുങ്ങളാണ്, അവർ ചിലപ്പം പറയുന്ന രീതിയിൽ ഇരിക്കില്ല, ചിലപ്പോൾ മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്താൽ മുറിയുന്ന കാര്യമല്ലേ.
അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും കുഞ്ഞുങ്ങളുടെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ അവന് താടി എടുക്കുന്നതിനാണ് കേട്ടോ ചിരിച്ചത്. അവന് ഫേഷ്യൽ ഹെയർ കുറച്ചുണ്ട്. അപ്പോൾ പുള്ളി ഈ കൃതാവിൻ്റെ സൈഡ് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് എക്സ്ട്രാ ഹെയർ പോലെ തോന്നി. അങ്ങനെ ആൾ അവിടെ ചെയ്തപ്പോഴത്തേക്ക് ഹി വാസ് ലൈക്ക് അവൻ്റെ ഡാഡിക്ക് ചെയ്യുന്ന പോലെ അവരും ചെയ്യുന്നു, അവനും വലിയ കുട്ടിയായി എന്നുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഇതേ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടൊക്കെ ഇട്ടു. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് എന്തോ ഇല്ല, നമ്മുടെ സ്പെക്സ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാലിരിക്കില്ല, അതുപോലെ ഉണ്ട്. എന്തായാലും ആൾ ഹാപ്പിയായി. അവിടെയും നമ്മുടെ സ്റ്റൈലിസ്റ്റ് നിർത്തിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ജെല്ലൊക്കെ തേച്ച് പുള്ളിയുടെ മുടി ഇങ്ങനെയൊക്കെ ആക്കി, എന്താ പറയുക, സ്പൈക്കാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ സായിക്കാണെങ്കിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് ക്ഷമ നശിച്ചു എന്ന് വേണം പറയാൻ. ആളുടെ ആ ഒരു ലെവൽ ഓഫ് പേഷ്യൻസ് ഒക്കെ അങ്ങ് കടന്നു പോയിട്ടായിരുന്നു അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അർഷിത കുട്ടിയുടെ പാരൻസും ഗ്രാൻഡ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴായിരുന്നു സായിക്കുട്ടിയും ചെയ്ത് കഴിഞ്ഞത്. അങ്ങനെ പിന്നെ അവർ ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ 3 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഫുഡ് കഴിക്കാനായിട്ടുള്ള ഓട്ടമായിരുന്നു. ശരിക്കും വിശന്ന് ഊപ്പാട് വന്നു കേട്ടോ. സായിക്കുട്ടൻ നർഫ് ഗണ്ണൊക്കെ വെച്ചിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേ കിടന്നൊരു ഉറക്കം ഒന്ന് പാസ്സാക്കി. ഇത് കണ്ടോ സായിക്കുട്ടൻ സ്റ്റൈലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഏതാണ്ട് 3 മണി ആയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.